ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ സിയാനയുടെ ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗാണ്. നമ്മുടെ കൂട്ടത്തിൽ കുഞ്ഞു കുട്ടിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് സിയാന. ഭയങ്കര ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ ഇയറിൽ ഇവളുടെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്രയും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് അവൾ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ 1 ഇന്നാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഓഗസ്റ്റ് 20 മുതലാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് കാര്യങ്ങളെല്ലാമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സർപ്രൈസസ് ഇവക്കൊരു 3-4 സർപ്രൈസസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് പോയി, അവളുടെ പറയാണ്ട് അവളുടെ വീട്ടിൽ പോയി ചെന്ന് സർപ്രൈസ് ചെയ്തു. പിന്നെ അറിഞ്ഞിട്ട് പോയി. പിന്നെ വന്നിട്ട് പിന്നെ നമ്മളെ ക്ലാസ്സിനൊക്കെ പോയ സമയത്ത് അങ്ങനെ കൊടുത്തത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിതിന് ഒരു ഇൻട്രൊഡക്ഷനും എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു വ്ളോഗ് എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത്, ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അതിൽ കൺക്ലൂഷനും ഇല്ല, ഇൻട്രൊഡക്ഷനും ഇല്ല, എന്തോ ഒരുമാതിരിയുള്ളൊരു വ്ളോഗാണ്. പക്ഷെ എന്തായാലും എല്ലാം ഉണ്ട്, ഓരോ ദിവസത്തിൻ്റെയും എല്ലാ ഇതുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരുന്നു സിയാനയുടെ സർപ്രൈസസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാങ്ങിൽ നമ്മുടെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സിയാനയുടെ ബർത്ത്ഡേ സർപ്രൈസാണ്. അപ്പോൾ ഇത് വന്നിട്ട് 3ാമത്തെ സർപ്രൈസാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് സർപ്രൈസ് വന്നിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് അറിയാതെ വീട്ടിൽ പോയി എന്ന് വെച്ചാൽ അവൾക്ക് പറയാണ്ട് ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നുവെച്ചാൽ വേറൊന്നും അല്ല, അതിൽ ഞാൻ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അവളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അതൊന്ന് കണ്ടിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി സിയാടെ വീട്ടിൽ പോവാണ്, കുറേ സർപ്രൈസുമായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോവാണ്. വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്നിട്ട് അത് അവള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു, അല്ല പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ അവളെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എന്നാലും അവൾ പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ അവൾ വിചാരിച്ചു എല്ലാ സർപ്രൈസും തീർന്നു, നമ്മൾ അന്ന് തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ വീണ്ടും സെക്കൻഡായിട്ട് നമ്മൾ പോയപ്പോൾ അതും നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഇത് 3ാമത്തെ സർപ്രൈസാണ്. ഇന്നത്തെ സർപ്രൈസ് അവൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ഞാൻ അടി വെച്ചിട്ട് വീട്ടിലൊക്കെ പോയതാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ ക്ലാസ്സിന് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അവൾ ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസിൽ ഞാനും ഐഷയും അവൾ മാത്രമേ ഉള്ളൂ. ഗൗരി ഇവിടെ ഇല്ല, ഗൗരി ഒരു ട്രിപ്പിലാണ്, അതുകൊണ്ട് അവളില്ല. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കാണിച്ചത് കഴിച്ചാൽ ഇന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ഫസ്റ്റ് സർപ്രൈസും സെക്കൻഡ് സർപ്രൈസും ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊട്ടും പ്രതീക്ഷിക്കില്ല. അപ്പൊ എന്തായാലും അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവള് പറഞ്ഞു, എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇല്ല എന്ന് വെച്ചാൽ ഡ്രസ്സ് വാങ്ങിച്ചു, നമ്മള്
ചെപ്പൽസ്, അത് അങ്ങനത്തെ ഒരു കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് കേക്ക് ഉണ്ടാക്കി. ഇതൊക്കെ അവളുടെ ആഗ്രഹങ്ങളല്ല, അവൾക്ക് ആവശ്യമുള്ളത് നമ്മൾ നോക്കി മേടിച്ചു. എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ കാണിക്കാം. അവിടെ വന്നിട്ട് കാണിച്ചാൽ പോരെ? ഇപ്പൊ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സർപ്രൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനം. ഇത് ഒരു പൗച്ച്, അതിൽ എന്താ പെൻസിൽ, ഇതിൽ പാട്ട് കേൾക്കുന്ന, എനിക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ. അപ്പം ഇതിലെല്ലാം ഉണ്ട്. കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ ഉറപ്പായിട്ടും. അപ്പം ഇതാണ് ഒരു ഗിഫ്റ്റ്. പിന്നെ അവള് BTS ആർമി ഗേൾ ഭയങ്കര അടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് നമ്മൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് പ്ലാൻ ഒന്നും ചെയ്തില്ല. ഇതൊരു നോർമൽ ബുക്കാണെന്ന് തോന്നുന്നു അല്ലേ? അതാണ് വാങ്ങിച്ചത്. പിന്നെ ഇതൊരു ഫ്രെയിമാണ്, നമ്മുടെ 4 പേരുടെയും 4 സുന്ദരികളുടെയും ഫോട്ടോസ്. ഇഷ്ടമല്ല. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ്. ഇതിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇത് സി ആണെന്ന് നമ്മൾ സങ്കല്പിച്ചു. നല്ല കുട്ടി, അതുകൊണ്ടാണ് സി. ഇത് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് എന്ത് ആവശ്യമുള്ളതാണ്. ഇതിപ്പോൾ സ്കൂളിൽ പോകുന്ന പോലെയായി. ബുക്ക്, പേന, പറയട്ടെ. പിന്നെ സ്റ്റുഡിയോ എന്നാണ് സാധനം വാങ്ങിച്ചത്. ഇത് കുറേ വൈറ്റ്സ്. ഈ ലിപ്സ്റ്റിക്ക് അയ്യോ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ അന്ന് അവളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയാണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ ഒരു കുട്ടി പെർഫ്യൂം. അവള് പൈസ ഇല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾക്ക് അവള് മാറ്റി വെക്കുന്ന പൈസ എടുക്കാറുള്ളൂ. വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ആഗ്രഹം പറഞ്ഞു വെച്ചതുകൊണ്ട്, നമുക്ക് ഓർമ്മയുള്ളതുകൊണ്ട് നമ്മൾ ഇതാക്കിയത്. പിന്നെ ഇതൊരു ക്യൂട്ട് ക്ലിപ്സ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു കാജല്. പിന്നെ ലിപ് ബാം. അയ്യോ ഒരു കുഞ്ഞു ലിപ് ബാം എവിടെ നിന്ന് കിട്ടി. അതിന് ഉപയോഗിച്ച് എപ്പോഴും ഇടും. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ. പിന്നെ ഒരു ഫ്ലവർ, ഇത് വെറുതെ ഒരു ഇതായിട്ട് കൊടുക്കും. പിന്നെ ഒരു ഡ്രസ്സാണ് ഇത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് ബൊട്ടിക്കായിട്ടുള്ള അമീഷ ഹാൻഡ് ബേക്ക് കളക്ഷൻ എന്നാണ് വാങ്ങിച്ചത്. ഇത് നമ്മൾ ഐഷയുടെ കടയിലാണ് കേട്ടോ വാങ്ങിച്ചത്. അടിപൊളി ഡ്രസ്സാണ്. അത് അവള് വരുമ്പോൾ കാണിച്ചത് ഭയങ്കര. അപ്പൊ ഇതാണ് സർപ്രൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതുവരെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലായിരുന്നു. എല്ലാത്തിലും ഞാനിങ്ങനെ കുഞ്ഞൊക്കെ ആയ പാർട്ടായിട്ടൊക്കെ എടുത്ത്, പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്രേറ്റ് വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ കണ്ടില്ലേ, ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് രാവിലെ തന്നെ നമ്മൾ പോയി കുറേ സാധനങ്ങൾ സ്പോട്ടിൽ സർപ്രൈസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടാൻ വേണ്ടി ഒരു പോർട്രേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു സിയാന ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗ്. ഇതോടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഓർഡറൊന്നും ഇല്ല ഞാൻ. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും അത് പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തത്. അപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ, അതൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ സിയയ്ക്ക് എന്ത് കൊടുത്താലും അവൾ മനസ്സറിഞ്ഞ് ആ ഒരു സന്തോഷത്തോടെ വാങ്ങിച്ചു. അതിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഐഷയും ഞാനും ഗൗരിയും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരിക്കും